കർണാടക ബുൾഡോസേഴ്സ് വേഴ്സസ് ബംഗാൾ ടൈഗേഴ്സ് ഈ ഒരു മാച്ച് നിങ്ങൾ മൂന്നാമത്തെ വട്ടമായിരിക്കും കാണാൻ പോകുന്നത്. ഒന്ന് ലീഗ് സ്റ്റേജിൽ, രണ്ടാമത് ക്വാളിഫയറിൽ, ഇപ്പോൾ ഇതാ ഫൈനലിൽ. കർണാടക ബുൾഡോസേഴ്സ് ക്വാളിഫയർ തന്നെ വിജയിച്ച് ഡയറക്റ്റ് ഫൈനലിലേക്ക് എൻട്രി ലഭിച്ചു. പക്ഷേ ക്വാളിഫയറിൽ പരാജയപ്പെട്ട ബംഗാൾ ടൈഗേഴ്സ് മുംബൈ ഹീറോസിനെ നേരിടേണ്ടി വന്നു. ഒരു തകർപ്പൻ മാച്ചിൽ 10 റൺസിനാണ് മുംബൈ ഹീറോസിനെ തകർത്തുകൊണ്ട് ബംഗാൾ ടൈഗേഴ്സ് ഫൈനലിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഒരു നെയിൽ ബൈറ്റിംഗ് മാച്ചായിരുന്നു. ആദ്യത്തെ ഇന്നിങ്സിൽ 140 റൺസ് ബംഗാൾ ടൈഗേഴ്സ് നേടിയതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു മാച്ച് വിജയിച്ചത്. സത്യം പറഞ്ഞാൽ ബംഗാൾ ടൈഗേഴ്സ് 140 റൺസ് നേടിയപ്പോഴും ഞാൻ വിചാരിച്ചു ഈ ഒരു കളി കയറുന്നു ബംഗാൾ ടൈഗേഴ്സ് വിജയിച്ചത്. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിൽ അതായത് 123 റൺസ് നേടിക്കൊണ്ട് മുംബൈ ഹീറോസ് തിരിച്ചു വന്നു. പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ ബംഗാൾ ടൈഗേഴ്സിന് 80 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ ആ ഒരു 17 റൺസിൻ്റെ ലീഡ്, ടോട്ടൽ 97 റൺസ്, അതായത് 98 റൺസ് വേണമായിരുന്നു മുംബൈ ഹീറോസിന് ആ ഒരു മാച്ച് വിജയിക്കാൻ. മികച്ച ഒരു ബോളിങ്ങിലൂടെ ബംഗാൾ ടൈഗേഴ്സ് ആ ഒരു മാച്ച് വിജയിക്കുകയായിരുന്നു. എടുത്തു പറയേണ്ടത് ആനന്ദ് എന്ന് പറയുന്ന ആ ഒരു ബോളറുടെ സ്പെല്ലാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. പിന്നെ ജാമിയ ബാനർജി അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. സോ ഓവറോൾ ബംഗാൾ ടൈഗേഴ്സിൻ്റെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ 1-2 ക്യാച്ചസ്, അതായത് ബൗണ്ടറിയിൽ അതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കുറച്ച് ക്യാച്ചസ് പിടിച്ചു. അതൊക്കെ വേറെ ലെവലായിരുന്നു. സോ വെൽ ഡിസേർവിംഗ് ആണ് ബംഗാൾ ടൈഗേഴ്സ് ഫൈനലിലേക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒരു 10 വർഷത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബംഗാൾ ടൈഗേഴ്സ് CCLൻ്റെ ഫൈനലിലേക്ക് എത്തുന്നത്. അതായത് അവരുടെ CCL സീസണിലെ ഏറ്റവും മികച്ച സീസണാണിത്. ഈ ഒരു ഫൈനലിന് മുമ്പ് തന്നെ ഓൾറെഡി ഒരു 2 മാച്ച് കളിച്ചിട്ടുണ്ട്. ഒന്ന് ലീഗ് സ്റ്റേജിലും ഒന്ന് ക്വാളിഫയറിലും. രണ്ടിലും കർണാടക ബുൾഡോസേഴ്സാണ് വിജയിച്ചത്. ബട്ട് ബംഗാൾ ടൈഗേഴ്സ് ഒരു ശക്തമായ ഒരു ടീമാണ്. സോ ഈ ഒരു മാച്ച് ഞാൻ 50-50 സാധ്യതകളാണ് കാണുന്നത്. ആർക്കും വിജയിക്കാം. ഒരുപക്ഷെ ഈ ഒരു 2 മാച്ച് ബംഗാൾ ടൈഗേഴ്സ് തോറ്റത് ഫൈനൽ വിജയിക്കാൻ വേണ്ടിയായിരിക്കാം. എന്തായാലും ഈ ഒരു ഫൈനൽ ഡിസേർവിംഗ് ആണ് രണ്ട് ടീമും. ഇപ്പോൾ കർണാടക ബുൾഡോസേഴ്സ് വിജയിച്ചാൽ അവരും ഡിസേർവിംഗ് ആണ്, ബംഗാൾ ടൈഗേഴ്സ് വിജയിച്ചാൽ അവരും ഡിസേർവിംഗ് ആണ്. സോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സ് ചാമ്പ്യനായ കൊള്ളാവുന്നുണ്ട്. കാരണം ബംഗാൾ ടൈഗേഴ്സ് ചാമ്പ്യനായി കഴിഞ്ഞാൽ CCL ആദ്യമായിട്ട് വന്ന ടീമുകൾ എന്ന് പറയുന്നത് ഒന്ന് തെലുങ്കു വാരീസ്, മുംബൈ ഹീറോസ്, ചെന്നൈ റൈനോസ്, കർണാടക ബുൾഡോസേഴ്സ് എന്നീ ടീമുകളാണ്. അതിനുശേഷം അടുത്ത സീസണിലാണ് ബംഗാൾ ടൈഗേഴ്സും കേരള സ്ട്രൈക്കേഴ്സും ഒരു CCLലേക്ക് കടന്നു വരുന്നത്. സോ ഇതിൽ ആദ്യ സീസണിൽ വന്ന 4 ടീമുകളും കപ്പടിച്ച് കഴിഞ്ഞു. മുംബൈ ഹീറോസ് 2019 സീസണിൽ കപ്പടിച്ചെന്ന് പറഞ്ഞ് കേൾക്കുന്നു. അതിൻ്റെ ഫോട്ടോ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സീസൺ ഞാൻ കണ്ടിട്ടില്ല. സോ റെക്കോർഡ്സിൽ മുംബൈ ഹീറോസും കപ്പടിച്ചിട്ടുണ്ട്. സോ ഇനി കപ്പടിക്കാനുള്ളത് ബംഗാൾ ടൈഗേഴ്സ്, കേരള സ്ട്രൈക്കേഴ്സ്, ഭോജ്പുരി ദബാങ്സ്, അതുപോലെ തന്നെ പഞ്ചാബ് ദർശർ തുടങ്ങിയ ടീമുകളാണ്. ഇതിൽ അടുത്ത 2ാമത്തെ സീസൺ വന്ന 2 ടീമുകളായിരുന്നു ബംഗാൾ ടൈഗേഴ്സും അതുപോലെ തന്നെ കേരള സ്ട്രൈക്കേഴ്സ്. സോ ഇവർക്ക് 2 പേർക്കുമാണ് ഇനി കപ്പടിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൽ ബംഗാൾ ടൈഗേഴ്സ് കപ്പടിച്ചത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി കേരള സ്ട്രൈക്കേഴ്സിന് ഏതെങ്കിലുമൊക്കെ സീസണിൽ അടുത്ത സീസണെങ്കിലും നേടാമെന്ന് നമുക്ക് വിചാരിക്കാം. സോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സ് ഈ ഒരു സീസണിൽ കപ്പ് നേടണമെന്നാണ്. സോ ടീമുകളുടെ ശക്തി നോക്കി കഴിഞ്ഞാൽ 2 ടീമും വളരെയധികം ശക്തമാണ്. ബംഗാൾ ടൈഗേഴ്സിൻ്റെ ബാറ്റിങ്ങും ബോളിങ്ങും വളരെയധികം ശക്തമാണ്. അതിലൊരു പേരാണ് ജിഷു സെൻഗുപ്ത, അവരുടെ ക്യാപ്റ്റൻ. അദ്ദേഹം തന്നെ വളരെ മികച്ച ബോളറാണ്, ബാറ്ററാണ്, ഫീൽഡറാണ്, എല്ലാമാണ്. അതുപോലെ തന്നെ ജാമി ബാനർജി, അദ്ദേഹം സീസണിലെ ഏറ്റവും മികച്ച പ്ലേയേഴ്സിൽ ഒരാളാണ്. പിന്നെ രാഹുൽ, അദ്ദേഹം ഇപ്പോൾ സീസണിൽ, അതായത് ഈ സീസണിലാണ് അതെന്ന് തോന്നുന്നു എനിക്ക് അദ്ദേഹം വരുന്നത്. സോ വേറെ ലെവൽ പെർഫോമൻസാണ് രാഹുലിൻ്റെ. ഇപ്പോൾ ബോളിംഗ്, ബാറ്റിംഗ്, ഇന്നലെ എന്താ പറയുക ബൗണ്ടറി ലൈൻ്റെ അറ്റത്ത് വെച്ച് 2 ക്യാച്ചസ് അദ്ദേഹം പിടിച്ചത് വേറെ ലെവൽ ക്യാച്ചസ് ആയിരുന്നു. സോ വളരെ മികച്ചൊരു ഫീൽഡറാണ് രാഹുലും. പിന്നെ ബോണി, ജോയി, സത്യദീപ്, ആനന്ദ് തുടങ്ങിയ വളരെ മികച്ച പ്ലേയേഴ്സ് അവർക്കുണ്ട്. അതുപോലെ തന്നെ കർണാടക ബുൾഡോസേഴ്സിൻ്റെ കാര്യം നോക്കിയാലും അവരും വളരെയധികം ശക്തമാണ്. അതവരുടെ ബാറ്റിംഗ് നിരയിലേക്ക് തന്നെ നോക്കിയാൽ മതി. പ്രദീപ്, രാജീവ്, അതുപോലെ തന്നെ ചന്ദൻ, പ്രതാപ് തുടങ്ങിയ വളരെ മികച്ച ബാറ്റിംഗ് നിര തന്നെ അവർക്കുണ്ട്. പിന്നെ ഡാർലിൻ കൃഷ്ണയുടെ പേര് എടുത്തു പറയണം. അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ ടോപ്പ് സ്കോററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കിച്ച സുദീപ്, അവരുടെ ക്യാപ്റ്റൻ, അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും. പിന്നെ വിക്കറ്റ് കീപ്പറാണ്. അതുപോലെ സുനിൽ, അങ്ങനെ പറയുന്ന കുറേ ബോളേഴ്സ് ഉണ്ട്. മഞ്ജുനാഥ് എന്നൊക്കെ പറയുന്ന ബോളേഴ്സ് ഉണ്ട്. സോ അവരെല്ലാം വളരെ മികച്ച ബോളേഴ്സാണ്. പിന്നെ ബച്ചൻ എന്ന് പറയുന്ന ഒരു പ്ലെയറെ അവർ ഇതുവരെ സ്ക്വാഡിൽ പോലും ഇടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം ശക്തമായ ഒരു ടീമാണെന്ന് കർണാടക ബുൾഡോസേഴ്സിൻ്റെ. സോ ഇതൊരു ശക്തമായ ടീമുകളുടെ മത്സരമായിരിക്കും ഈ ഒരു ഫൈനൽ എന്ന് പറയുന്നത്. ബംഗാളും ശക്തമാണ്, അതുപോലെ തന്നെ കർണാടക ബുൾഡോസേഴ്സ് അതിലേറെ ശക്തമാണ്. എന്തായാലും ആര് വിജയിക്കും എന്നൊക്കെ കണ്ടറിയാം. നിങ്ങൾ പറയൂ, അത് നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ പറയും, ആര് വിജയിക്കും, ആര് പരാജയപ്പെടുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.